നമസ്കാരം. നമ്മുടെ ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഈ എപ്പിസോഡിൽ എന്നോടൊപ്പം ചേർന്നിരിക്കുന്നത് സിനിമാ അധ്യാപകനും നിരീക്ഷകനുമായ അമ്പു, സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി മാറിയ ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അജു അലക്സ്, തിരുവല്ലയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു, ഇടത് നിരീക്ഷകനും ബിസിനസ്സുകാരനുമായ സഹദ്, പോണ്ടിച്ചേരിയിൽ നിന്നും മിസ്റ്റർ ഫിക്കോ. ഇത്രയും പേരാണ് ഇന്ന് ചർച്ചയിൽ ചേർന്നിരിക്കുന്നത്. സോ അജുവിലേക്ക് തന്നെ പോകാം. അജു, കഴിഞ്ഞ എപ്പിസോഡിൽ താങ്കൾ ഒരു ഗവൺമെന്റ്ലെസ് ഗവേണൻസിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ താങ്കൾ പറഞ്ഞത് പ്രകാരം താങ്കളുടെ കൂടെ അണിനിരക്കുന്ന ആളുകളെല്ലാം തന്നെ സ്വതന്ത്രരായിരിക്കും. അപ്പോൾ ഇത്രയും ഗവൺമെന്റ് അല്ല, ചോദ്യം പൂർത്തിയാക്കിക്കോട്ടെ ഒരു നിമിഷം. പാർട്ടിലെസ് ഗവേണൻസ്. അപ്പോൾ താങ്കളുടെ കൂടെ മത്സരിക്കുന്ന ആളുകളെല്ലാം സ്വതന്ത്രരായിരിക്കും. അപ്പോൾ ഒരു പറ്റം സ്വതന്ത്രർ ഒരു കുടക്കീഴിൽ അണിനിരക്കുമ്പോൾ അത് ഒരു പാർട്ടിയായി മാറില്ലേ ഓട്ടോമാറ്റിക്കലി? നമ്മൾ പാർട്ടിയല്ല, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മൊത്തം ഗവൺമെന്റിനെ മാത്രമാണ്. ജനങ്ങളുടേതാണ് ഗവൺമെന്റ്, അല്ലാതെ പാർട്ടിയുടേതല്ല. അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഒരുപറ്റം ആൾക്കാർ ഒന്നിച്ച് ഒരു അജണ്ടയുമായി മുന്നോട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഈ ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈക്വൽ പാർട്ടിസിപ്പേഷനും ഈക്വൽ റെസ്പോൺസിബിലിറ്റീസും വന്നതിന് തുല്യമാണ്. കാരണം എന്ന് വെച്ചാൽ നിനക്ക് ഇപ്പൊ ഒരു പ്രത്യേക ഒരു ഏരിയ മാത്രം എടുത്താൽ മതി. അതായത് ഇപ്പൊ വെറുതെ ഒരു കലിങ്ക് മണിയാന്ന് വിചാരിക്കുക. ആ കലിങ്ക് മണിയിൽ വേണമെങ്കിൽ ഒരു മേസ്ത്രിക്കും കമന്റ് പറയാം, അല്ല അയാൾക്കൊരു ഒരു 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 നിരീക്ഷണം വെക്കാം, അയാൾക്കത് മോണിറ്റർ ചെയ്യാനെങ്കിലും പറ്റും. മനസ്സിലായോ? അങ്ങനെ അതിന്റെ കൺസെപ്റ്റ് ഇരിക്കുന്നത്. അല്ലാതെ നീ ഇവിടെ ഇപ്പൊ ഒരു ഡാം പണിയുന്നിടത്ത് ചിലപ്പോ ഇവിടുത്തെ ലോക്കൽ മേസ്ത്രി നോക്കിയിരുന്നാലും പറയാൻ പറ്റത്തില്ല. അയാൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ കാണും, ഒരു മോണിറ്ററിങ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അത്ര സിമ്പിൾ ആയിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഇതിനകത്ത് ഇപ്പോ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു ആശുപത്രിയെ നമ്മൾ ട്രാൻസ്പെറന്റ് ആക്കുക എന്ന് പറഞ്ഞാല് അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരുടെ അഭിപ്രായങ്ങളും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അഭിപ്രായങ്ങളും തമ്മിൽ സോർട്ട് ചെയ്താൽ മാത്രം മതി. അല്ലാതെ അവിടെ പ്രാവർത്തികമായ ബുദ്ധിമുട്ട് തോന്നുന്നത് ഈ വരുന്നവരെല്ലാം ജീവിതത്തിന്റെ പല തട്ടുകളിൽ നിന്നുള്ള ആൾക്കാരാണ്, പരസ്പരം അറിയാത്ത ആൾക്കാരാണ്. ഇവരെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇപ്പോൾ അജു അലക്സിനെ സ്വാധീനിക്കാൻ കഴിയില്ലായിരിക്കും, പക്ഷെ അജു അലക്സിനോടൊപ്പം നിന്ന് ജയിക്കുന്ന മറ്റൊരു അവിടെയാണല്ലോ സ്വാധീനം ഇല്ലാതാവുന്ന. അവിടെയല്ലേ ഒരാൾക്കും സ്വാധീനിക്കാൻ ആരെയും പറ്റുന്നില്ല. കാരണം എന്നെയും എങ്ങനെ ഈ സ്വാധീനം ഉണ്ടാകുന്നത്? ഇതിനകത്തൊരു സ്വാധീനം ചോദ്യത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇപ്പോ അജു അലക്സിന്റെ ഒപ്പം നിന്ന് മത്സരിക്കുന്ന മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അപ്പുക്കുട്ടൻപിള്ള ഒരു വാർഡിൽ നിന്ന് ജയിച്ച് MLA ആകുന്നു. ഈ അപ്പുക്കുട്ടൻപിള്ളയുടെ വ്യക്തി ജീവിതത്തെ പറ്റി അജു അലക്സിന് അറിയില്ല. അപ്പോൾ അജു അലക്സിന് എങ്ങനെ പറയാൻ കഴിയും അപ്പുക്കുട്ടൻപിള്ളയെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന്? അവിടെയാണ് വ്യക്തികൾക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രസക്തമല്ല. വ്യക്തി എന്നെ പോലും നീ കൺസിഡർ ചെയ്യണ്ട. എനിക്ക് ഒരു പ്രാധാന്യം ഇല്ല ഇതില്. എല്ലാവർക്കും തുല്യ പ്രാധാന്യമല്ലേ? എനിക്കില്ല, എന്റെ കൂടെ നിൽക്കുന്നവർക്കും ഇല്ല. അവര് ഫോക്കസ് ചെയ്യുന്നത് ഈ സിസ്റ്റത്തിനെ മാത്രമാണ്, അല്ലാതെ വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ ചാരിറ്റിയിലുള്ള തട്ടിപ്പ് അതിനെ മാത്രമേ നമ്മൾ അവിടെ നിർത്തുന്നുള്ളൂ. ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന ആപ്പ് അതിനകത്ത് എനിക്കും പ്രസക്തം, എനിക്കൊരു റോളില്ല. മനസ്സിലായില്ലേ? ഓരോരുത്തരും അവരുടേതായ റോള് കണ്ടറിഞ്ഞ് ഇടപെടുമ്പോൾ അതിന്റെ കണക്കുകളും തെളിവുകളടക്കമുള്ള സാധനങ്ങൾ വ്യക്തമായിട്ട് പബ്ലിക്കിന് മനസ്സിലാകുന്നിടത്ത് മാത്രമേ കറപ്ഷൻ ഒഴിവാകത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് കറപ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് അവിടെ തുറന്നു കിടക്കുക. ഇപ്പോഴും ഒരുപാട് ഡിലേസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് കറപ്ഷനാ. ഒരു ഓഫീസർ വിചാരിച്ചവരെ ഡിലേ ആക്കാൻ പറ്റും പലതും. ഇത് അവിടെ പറ്റത്തില്ല. എങ്ങനെ പറ്റും? മാത്രമല്ല, നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കറപ്ഷൻസ് പോട്ടെ, എന്തെങ്കിലും ഫെയിലിയേഴ്സ് നമ്മൾ അതിനെ ഒരു കുറ്റകൃത്യമായിട്ടൊന്നും കാണുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തണമെന്ന് നമുക്ക് തോന്നുവാന്ന് വിചാരിച്ചു. എനിക്കിപ്പോ പലയിടത്തും പലതരത്തിലുള്ള കാര്യങ്ങളും മാറ്റണമെന്ന് തോന്നുന്നു. എവിടെ പോയി പറയും? എങ്ങനെ ഇത് മാറ്റും? അങ്ങനത്തെ ഒരു ഓപ്പൺ ആകുമ്പോൾ എനിക്കും പറ്റും. എല്ലാവർക്കും ഒരേ റോളാ. ആരുടെയെങ്കിലും സജഷൻസ് എടുക്കുന്നില്ല പോലും അത് മാർക്ക് ചെയ്യപ്പെടുക. അത് ആ സിസ്റ്റം ഫെയിൽ ആവുക. അവിടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുക്കണം, നല്ലത് മാത്രം. ശരി, അതെല്ലാവർക്കും. എന്താണ് അമ്പു ചോദിക്കാൻ വന്നത്? അല്ല ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് ഇതില് ഒരു ഡിസിഷൻ ആണല്ലോ. ഇപ്പം ഞാൻ വീട് വെക്കാൻ പോകും. അപ്പം ഞാനിപ്പോ നിങ്ങളുടെ എല്ലാ അഭിപ്രായം ചോദിക്കാം. എനിക്കൊരു 2 ബെഡ്റൂമും ബാത്റൂമും ഹോളുള്ളൊരു വീട് വെക്കാം. ഇതിലെല്ലാവരുടെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പം ഈ അഭിപ്രായങ്ങളെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ അവസാനം വീട് പണി നടക്കാത്ത അവസ്ഥയല്ലേ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവുന്നത്. അത് അഭിപ്രായങ്ങൾ എടുക്കുന്നതിനകത്തുള്ള ഞാൻ പറയാറ് അത് നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതി കാണുമ്പോഴാ. ഞാൻ ഇതിനകത്ത് ആ ഫിൽട്ടർ വരുന്നുണ്ട് ഇതിനിടയിൽ. മനസ്സിലാവുന്നുണ്ടോ?
നമ്മൾ അങ്ങനെ എല്ലാവരുടെയും അങ്ങ് എടുക്കാതിരിക്കുന്നില്ല. പക്ഷെ അഭിപ്രായങ്ങൾ ഏതാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് ചെയ്യുന്ന സ്ഥലത്ത് വിദഗ്ധ ഉപദേശങ്ങൾ തന്നെ എടുക്കുന്നുള്ളൂ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു വ്യവസ്ഥിതിയിൽ ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നു. അപ്പൊ അതിൽ ആദ്യം ആ പ്രോജക്റ്റിന്റെ ഒരു കരട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അതിന്റെ സജഷൻസ് എടുത്തിട്ട് അത് പ്രാവർത്തികമാക്കുക എന്നല്ലേ ഇതിന്റെ ഉദ്ദേശം? ജനങ്ങളുടെ മുന്നിൽ, അതെ, അങ്ങനെ തന്നെയാണ്. ഈ കരട് ചെയ്യുന്നത് ആരാ? അതിനും അത് അഭിപ്രായം? ഏതെങ്കിലും കമ്പനിയോ എന്ത് വേണേലും ആവാം, ആർക്കും അപ്പൊ നമുക്ക്. കമ്പനിയുടെ താല്പര്യം എന്താ? ആ കമ്പനി ഒരു കമ്പനിയുടെ താല്പര്യം അല്ലല്ലോ, നമ്മൾ 10 കമ്പനിയുടെ താല്പര്യം എടുക്കും. നമുക്ക് ഏറ്റവും ക്വാളിറ്റി എന്താ പറയണ്ടേ പ്രപ്പോസ് ചെയ്യുന്നവര് അതിനകത്ത് നമ്മൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഉദാഹരണം ചോദിക്കാം. ഇപ്പൊ നമ്മളിപ്പോ നാട്ടിലൊരു പ്രൊജക്ട് കൊണ്ടുവരും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സർക്കാർ സ്കൂൾ പണിയണം. ആ സ്കൂളിലത്തേക്ക് നമ്മളൊരു 2 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റ് ഇട്ട് ഒരു 2 നില 3 നില കെട്ടിടം നല്ല ടോപ്പ് ക്ലാസ് ഫെസിലിറ്റി ഒക്കെ കൊണ്ടുവരിക. അപ്പൊ ഈ 10 കമ്പനികളുടെ അടുത്താണ് നമ്മൾ കരട് തയ്യാറാക്കാൻ പറയുന്നത്. അപ്പൊ ഈ കമ്പനികൾ അതിനകത്ത് നോക്കുന്നത് എന്തായിരിക്കും? ഇതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ? ഗവൺമെന്റിന് അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ നമ്മുടെ ഒരു ബഡ്ജറ്റില് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ത് വേണമെന്ന് നമ്മളും കൂടെ ഇതിനകത്ത് നമ്മളാ പ്രപ്പോസ് ചെയ്യുന്നത്, മനസ്സിലായോ? അവര് എന്ത് വേണേ തന്നോട്ടെ. നമുക്കിപ്പോ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് ഇപ്പൊ ഇവിടെ നമുക്കൊരു എന്താ ഡ്രോയിങ് ഉണ്ടാക്കുന്നത് ഒരു കമ്പനി ആയിരിക്കാം. പക്ഷെ അതിനകത്ത് ഏതാണ് ഏറ്റവും നല്ലതെന്ന് തെരഞ്ഞെടുക്കുക. 10 എണ്ണം കാണണം. ഈ ഒരു പ്രോജക്റ്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഗവൺമെന്റിന്റെ റോൾ ഉള്ളത്. പ്രോജക്ട് നമ്മളാണ് പ്രോജക്ട് പ്രപ്പോസ് ചെയ്യുന്നത്. പാർട്ടിയുടെ റോൾ ഉള്ളത്, മനസ്സിലായോ? അതാണ് ഈ പറയുന്ന 2 കോടി അല്ലേ ബഡ്ജറ്റ്? ആ 2 കോടിയിൽ ഏറ്റവും കൊള്ളാവുന്ന ക്വാളിറ്റി വേണം. അങ്ങനെ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ അത് എവിടെ നിന്ന് വന്നു എന്ത് അതിനകത്ത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോ 1 കോടി ഉണ്ടെങ്കിൽ 1 കോടിയുടെ ബഡ്ജറ്റിലാണ് നടത്തുന്നത്. സിമ്പിൾ ആയിട്ട് പറയാം, ഫീസിബിലിറ്റി നോക്കത്തില്ല. ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിനും ഒരു 2% 3% കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള റവന്യൂ ഇല്ല. ആ റവന്യൂ ഇല്ലാത്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മളിപ്പോ വെറുതെ ഒരു വീട് റൺ ചെയ്യുക. അപ്പൊ ഒരു മകന് നമ്മളിപ്പോ ഒരു അപ്പം പറയുക, നിനക്ക് അടുത്ത മാസം ഇന്ന് എന്റെ കയ്യിൽ ബഡ്ജറ്റ് ഇല്ല. അപ്പൊ ആ മകൻ അറിയണം ആ ബഡ്ജറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. അല്ലാതെ മകനെ ചുമ്മാ പറ്റിക്കരുത്, മനസ്സിലായോ? അങ്ങനെയാണല്ലോ നമ്മള് ബഡ്ജറ്റ് എല്ലാ വർഷവും ഇവിടെ തയ്യാറാക്കി നിയമസഭയിലും. അതായത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തന്റെ കള്ളും കുടിച്ച് വീട്ടിൽ വന്ന് ഭാര്യയും തല്ലിയിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അയാളുടെ കൺട്രോളിലാണ് നിൽക്കുന്നത്, അയാളുടെ കൺട്രോൾ അല്ല നിൽക്കേണ്ടത്. ഇത് ഈ പറഞ്ഞ ആളുകൾ 3 പേരും അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. ഇയാളെ കാശുണ്ടോ, മേടിക്കുവോ, കൊടുക്കുവോ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സാധനം നല്ലൊരു ക്വാളിറ്റി മേടിച്ചു കൊടുക്കാൻ പറ്റണം. ഞാൻ ചോദിക്കുന്നത് നമ്മളുള്ള എല്ലാത്തിന്റെയും ബഡ്ജറ്റ് ഉണ്ടല്ലോ. നമുക്കിപ്പോ ട്രാൻസ്പോർട്ടിന് ബഡ്ജറ്റ് ഉണ്ട്, കൺസ്ട്രക്ഷന് ബഡ്ജറ്റ് ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ബഡ്ജറ്റ് ഉണ്ട്. നമുക്കിപ്പോ ബഡ്ജറ്റ് കുറവാണെന്ന് തന്നെ വിചാരിക്കുക. നമുക്കിപ്പോ ശരിയാണ് എല്ലായിടത്തും AC ബസ് ഒന്നും കൊണ്ടുവരാനുള്ള ബഡ്ജറ്റ് ഇല്ല. അല്ലെ ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ടിൽ കിടക്കുന്ന വണ്ടികളെല്ലാം കൂടെ അങ്ങ് റിപ്പയർ ചെയ്യാനായിട്ട് ഒറിജിനൽ സാധനം മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ അത് നമ്മൾ അറിയണം. നമ്മളപ്പം മനസ്സിലാക്കുന്നത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു 3rd ക്വാളിറ്റി സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്ത 6 മാസമേ റൺ ചെയ്യത്തുള്ളൂ. അങ്ങനെ അത് അറിഞ്ഞു തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? ക്വാളിറ്റി കോംപ്രമൈസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ആ ക്വാളിറ്റി കോംപ്രമൈസ് ഒരിക്കലും ഈ നാട്ടിൽ നിലവിൽ ആഗോള ടെൻഡറും ഓപ്പൺ ടെൻഡറും ഒക്കെ വിളിക്കുന്നത്. ഈ ഓപ്പൺ ടെൻഡർ വിളിച്ചൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരിടത്തും. ഞാൻ പോയി നോക്കത്തില്ല, എനിക്ക് എന്റെ കൈ കിട്ടണം. പോയി നോക്കണ്ട, അതൊരു പത്രം നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് പത്രം പോരാ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ കിട്ടണം, എന്റെ കൈ കിട്ടണം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയാൽ മനസ്സിലാവണം. എന്നെ പോലത്തെ ഒരാൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പങ്കെടുക്കണമെങ്കിൽ പങ്കെടുക്കാം. നമ്മൾ ആ ഫീൽഡിലുള്ള ആളാണ്, നമുക്കത് സപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ റേറ്റ് ഇട്ട് പങ്കെടുക്കാൻ പറ്റും. ആ റേറ്റ് ഇടുന്നിടത്താണ് ഇതിനകത്ത് വേറൊരു വിഷയം ഉള്ളത്. അത് ഞാൻ ഇതിനകത്ത് കൂട്ടിക്കുഴയ്ക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണ് ഇവിടെ നിലവിലത്തെ സിസ്റ്റം നടന്നു പോകുന്നത്. അതാണ് നിലവിലത്തെ സിസ്റ്റത്തിൽ കറപ്ഷൻ ഉണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് കറപ്ഷൻ വരുന്നത്? ഒരു ഗവൺമെന്റ് പറയുക, ഇപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിനെ പറയുന്ന ആൾക്ക് ടെൻഡർ കൊടുക്കും. അപ്പൊ ചിലപ്പം ഈ കുറഞ്ഞ റേറ്റിനെക്കാട്ടിലും കൂടിയ റേറ്റിലായിരിക്കും ചിലപ്പോൾ പ്രോജക്ട് വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഈ കുറഞ്ഞ റേറ്റിനുള്ളവൻ ഈ കരാർ പിടിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നത്? അവന്റെ റിസ്ക് അവൻ അടുത്തവന്റെ തലയിലേക്ക് വെക്കുക, സബ് കൊടുക്കുക. ഇതെല്ലാമാണ് ഇവിടുത്തെ പ്രശ്നം. ഇതൊക്കെ മാറണമെന്നാണ് അജു പറയുന്നത്. അതെ, ഇത് മാറ്റാൻ എളുപ്പ മാർഗമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇതിനകത്ത് വലിയ അന്വേഷണം പരിപാടിയൊന്നും ഇല്ല. അല്ല, ഈ പാർട്ടിലെസ് ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞാൽ ഈ മൊണാർക്കുകളിലും അല്ലെങ്കിൽ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ചെറിയ മൈക്രോ നേഷൻസിലൊക്കെ ആയിരിക്കും നിലവിൽ. കേരളത്തിനെ മാത്രമേ പറഞ്ഞുള്ളൂ. കേരളം ഒരു മൈക്രോ നേഷൻ, ഡെവലപ്പിംഗ് കൺട്രിയുടെ ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇവിടെ ഡെവലപ്ഡ് സ്റ്റേറ്റ് തന്നെ വേണമെങ്കിൽ പറയാം.
അതെ, ഇവിടെയുള്ള മനുഷ്യരെല്ലാം നല്ലപോലെ അധ്വാനിക്കുന്നവരാണ്. ഇവിടെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് സാധ്യതകളുള്ള സ്ഥലവുമാണ്. ഇവിടെ കുറച്ചുകൂടി പ്രോഗ്രസ് ആവുകയും ചെയ്യും. നമ്മൾ എടുത്തു കളയുന്ന ഒരു ചെറിയ പാർട്ട് എന്ന് പറയുന്നത് ഈ കറപ്ഷനിൽ ഉണ്ടാക്കുന്ന ലോസ് ആണ്. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പൊ ഒരു മന്ത്രി, ഇവിടെ ഒരു ഏതൊരു MLA കോടീശ്വരനല്ലാത്ത ഇവരൊക്കെ ഇപ്പോഴത്തെ ഇവർക്ക് എവിടെ നിന്ന് ഈ സാലറി കൂടുതൽ പൈസ കിട്ടിയത്? കമ്മീഷൻ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതെങ്ങനെ വരുന്നു? സാലറി കൂടുതൽ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ വിജിലൻസ് കേസ് എടുക്കാനുള്ള നടപടി ഇവിടെ ആ, ജയലളിത വിജിലൻസ് വരെ കേസ് ഒന്നും എടുക്കണ്ടെന്ന്. അതിന്റെ ഞാൻ അവിടെ ഒരു ആവശ്യം കാര്യം ഇല്ല. ചോദിക്കാം. ജയലളിത വരെ സഹദിനോട് പിടിച്ച് സഹദിനോട് ഞാൻ അവിടെ ഒരു ചോദ്യം ചോദിക്കാം, ഈ വരുമാനത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ myneta.info എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മുടെ അറിയാമായിരിക്കും, കണ്ടിട്ടുണ്ട്. അറിയാം. അപ്പൊ ഞാൻ അതിങ്ങനെ ആ ലിസ്റ്റ് ഇങ്ങനെ നോക്കുമായിരുന്നു കാൻഡിഡേറ്റ്സിന്റെ. അപ്പൊ ആദ്യത്തെ 40 പേരിൽ കേസുകളുടെ എണ്ണം വെച്ചാണ് നോക്കിയത്, ക്രിമിനൽ കേസുകളുടെ. ആദ്യത്തെ 40 പേരിൽ ഒരു CPM-ന്റെ സ്ഥാനാർത്ഥി ഇല്ല. 40-ാമത്തേത് സന്ദീപ് വാര്യറാണ്. പക്ഷേ പിന്നീട് 41-ാമത് കിടക്കുന്ന അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ് ബാലുശ്ശേരി, അദ്ദേഹത്തിന്റെ അസറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 1, 10, 100, 1000, 10,000 ലക്ഷം, 10 ലക്ഷം കോടി, 4 കോടി രൂപയാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. അത് അപ്പോ ഒരു അഡ്വക്കേറ്റിന് 4 കോടി രൂപയുടെ, ചെറുപ്പക്കാരനായ ഒരു അഡ്വക്കേറ്റിന് 4 കോടി രൂപയുടെ വരുമാനം അത് പറയൂ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഇന്ന് നാളെ പാരമ്പര്യ സ്വത്തതി വരൂ. ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മളിത് നടന്നുകൊണ്ടിരിക്കുന്ന സാധനത്തിനകത്തോട്ട് ഞാൻ പുറകെ പോയി ആരെയും പിടിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അത് വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ പണി തന്നെയായിരിക്കും. മുമ്പോട്ടില്ലെന്നാ ഉദാഹരണം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാം, പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തതി വരുമോ? പോട്ടെ, അതൊക്കെ ഇവിടെ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആൾക്കുടെ സ്വത്ത് അന്നുള്ളതാണോ ഇന്നുള്ളത്? അയാൾ എങ്ങനെ ഇത് ഉണ്ടാക്കിയത്? ഈ പിണറായി വിജയനെ തന്നെ എടുക്കാം. അയാൾക്ക് എങ്ങനെയാണ് ഇയാളുടെ ഇതുവരെയുള്ള സാലറി വെച്ചിട്ട് അമേരിക്കയിൽ ചികിത്സിക്ക് പോകാൻ പറ്റുന്നത്? ഇവിടെ അതിനേക്കാൾ കൂടുതൽ ജോലി ചെയ്തവർക്ക് പറ്റുന്നില്ലല്ലോ. സ്പോൺസർ ചെയ്യുന്നത് കേരള ഗവൺമെന്റാ. അത് സമ്മതിച്ചു. അപ്പൊ ആ ഗവൺമെന്റിന് ഈ മുഖ്യമന്ത്രിയെ ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ? ബാക്കി ഇവിടെ എത്രയോ പേരെ ചികിത്സിക്കാം. ഉണ്ട്. ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലല്ലോ. നമുക്ക് അങ്ങനെ തലയില്ലല്ലോ. നമ്മുടെ സിസ്റ്റത്തിനകത്ത് എല്ലാവരും ഒരുപോലല്ലേ. അങ്ങനെ ചികിത്സിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പൊസിഷനൊന്നും പ്രത്യേക ഒരു സാധനവും ഗവൺമെന്റ് ചെയ്ത് കൊടുക്കത്തില്ല. അതിപ്പോ ഞാനാണ് ആ പൊസിഷനെങ്കിൽ എനിക്കും കിട്ടത്തില്ല. അങ്ങനെ കിട്ടാനൊന്നും പാടില്ല. അത് ആരുടെ പൈസ എടുത്താ ഈ കളിക്കുന്നേ? ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കുക എന്ന നിലവിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനൊന്നുമില്ല, അത് പറ്റത്തില്ല. ഈ ആധുനിക സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് ആ സെറ്റപ്പ് കേരളത്തിലുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം യൂസ് ചെയ്തോ, ഫ്രീ ആയിട്ട് വേണമെങ്കിലും ഗവൺമെന്റ് സിസ്റ്റത്തിനകത്ത് വേണേ പോവാം. അങ്ങേർക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആശുപത്രികൾ ഇവിടെ തന്നെ RCC ഉണ്ട്, മലബാർ ക്യാൻസർ ഉണ്ട്. അവര് സെന്റർ ഒന്നും മോശമൊന്നും അല്ല, അവിടെ ചെയ്താൽ മതി. അതിൽ കൂടി ഒരു പ്രാവീണ്യം ഒരു മനുഷ്യനും ഇല്ല. അല്ല, പക്ഷെ ഇങ്ങനെ ചികിത്സിക്കാൻ പോയ മയോ ക്ലിനിക് എന്ന് പറയുന്ന സ്ഥാപനം ഇവിടുത്തെ 10 RCC എടുത്ത് വെച്ചാൽ അതിന്റെ ടോപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. കേരളത്തിന്റെ ആനുവൽ റവന്യൂവിന്റെ അത്രയും അവർക്ക് ആ സ്ഥാപനത്തിന് മാത്രം റവന്യൂ ഉള്ള ഒരു സ്ഥാപനം. അതിവിടെ എല്ലാവർക്കും കിട്ടണം. അങ്ങനെയാണെങ്കിൽ തികച്ചും ന്യായമായ ഒരു കാര്യമാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഇപ്പൊ ഇലക്ഷന് ചെലവാക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് ഉണ്ടാക്കുന്ന ഇവര്, ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന പൈസ? ഇത് ആരുണ്ടാക്കിയ പൈസ? ഇവരാരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ഇവർക്ക് ബിസിനസ് ഉണ്ടോ? എന്ത് ബിസിനസ് ആണ് അങ്ങനെ ചെയ്യുന്നത്? ഗവൺമെന്റിലെ ജോലിക്കാരെല്ലാം കൂടെ ബിസിനസ്, ഈ മന്ത്രിമാർക്കൊക്കെ ബിസിനസ്, അതിനല്ലല്ലോ അവരവിടെ വന്നേക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലായില്ല. പ്രചരണത്തിന്റെ ചെലവാണോ ഉദ്ദേശിച്ചത്? പ്രചരണ ചെലവ് തന്നെ കോടികൾ മുടക്കുന്നു. പ്രചരണ ചെലവ് തന്നെ. ഇവര് പാർട്ടികൾ അതിനകത്ത് എത്ര രൂപ ഫണ്ട് പിരിക്കുന്നുണ്ട് അത് തന്നെ കണക്ക്. ആ ഫണ്ട് ആരുടെ ഫണ്ടാ? അത് ട്രാൻസ്പെറന്റ് ആണോ? അത് ട്രാൻസ്പെറന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യം മൂലം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്ക് RTIയിൽ തുടങ്ങാൻ നമ്മുടെ പരിപാടിക്കകത്ത് അതൊന്നും ഇല്ല. ഈ ഇലക്ഷൻ ചെലവില്ല. സമ്മതിച്ചു. ഞാൻ യോജിക്കുന്നു. വളരെ നല്ല മികച്ച തീരുമാനം. കാരണം പാർട്ടി എന്ന് പറയുന്ന ഒരു പബ്ലിക് എൻറ്റൈറ്റിയാ. അവിടെ എത്ര രൂപ ആരൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അതുപോലെയാണ് എല്ലാ ഫണ്ടും. നമ്മൾ 1 രൂപ ചെലവാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അക്കൗണ്ടബിലിറ്റി ഉറപ്പായിട്ടും നമ്മളെല്ലാരും അറിഞ്ഞിരിക്കണം. അത് അപ്പൊ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ അപ് ടു ഡേറ്റ് ആണ് കേട്ടോ. അല്ലാതെ ഒരു മാസം 5 വർഷം കഴിഞ്ഞിട്ട് ഒരു ഗവൺമെന്റ് കറപ്റ്റഡ് ആണെന്ന് പറഞ്ഞ് വേറൊരു പാർട്ടി വന്ന് അതിനെ ഇത്രയും കറപ്ഷൻ ചെയ്തു എന്ന് പറയുന്ന സീൻ ഇല്ല. അങ്ങനെ സാധനം വരട്ടെ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഈ പഠിക്കുന്ന ആൾക്കാര് ഇതൊന്നും ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കണക്കുകൾ നോക്കാൻ താല്പര്യമില്ല. അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ പറയുമ്പം അത് കള്ളനാ അല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല അങ്ങനെ പറയാൻ ആൾക്കാരാണ്. ഞാൻ ഇതിനെ കുറച്ചുകൂടി വേറെ രീതി പറയാം. ഇപ്പൊ നമുക്കിപ്പോ ഇതിനകത്ത് ഇപ്പൊ മോണിറ്റർ ചെയ്യുന്നില്ലെന്ന് വിചാരിക്കുക. നമ്മൾ ഈ പറയുന്ന ആരും മോണിറ്റർ ചെയ്യുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലത്തെ സിസ്റ്റം വന്നാല് പക്ഷേ
അവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിലെ ഒരു ചെറിയ മോഷണം ഒരാൾ കണ്ടില്ലെന്നങ്ങ് വിചാരിക്കുക, അവരെടുത്തില്ല, സെൻസർ വർക്ക് ചെയ്തില്ലെന്ന് വിചാരിക്കുക. പക്ഷെ അപ്പോഴും നമ്മള് ഈ പറഞ്ഞ സിസ്റ്റത്തിനകത്ത് നിന്നാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരാളെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഒരു കുറ്റവാളിയെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഐഡന്റിഫൈ ചെയ്യുന്നില്ലെങ്കില്ലോ. അത് ഐഡന്റിഫൈ ചെയ്യുമല്ലോ. നമ്മൾ ട്രാൻസ്പെറൻസി വരുമ്പോൾ ഐഡന്റിഫൈഡ് ആണല്ലോ. അത് നമ്മൾ ഒരു 5 ദിവസം കഴിഞ്ഞാലും തിരിച്ചു നോക്കാം പോയിട്ട് ഇവിടെ എന്താ നടന്നതെന്ന്. ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഇവിടുത്തെ ഇപ്പം ഒരു ഉദാഹരണം പറയാൻ, ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റം പറയുന്ന CMDRF കുറ്റം പറയും. പക്ഷെ ആ CMDRFനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കണക്ക് പോലും ആർക്കും നോക്കാൻ താല്പര്യമില്ല. അപ്പൊ നമ്മൾ നോക്കാൻ താല്പര്യം ഇല്ലാത്തല്ല, അത് അത്രയും ഒരു അപ്ഡേഷൻ അവിടെ നടക്കുന്നില്ല. അത് ഇത്ര ഫണ്ട് വന്നു, അത് ഇന്നതിനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഒരു പ്രൊജക്ടിനാണ്. ഇപ്പൊ ഒരു 5000 വീട് വെക്കണമെന്ന് പറയാം. 5000 വീടിന്റെ വാല്യൂ എത്രയാണ്, അത് എങ്ങനത്തെ വീടാണ്, എന്ത് വീട് വേണം. അപ്പൊ അതിനകത്ത് ഫണ്ട് വരുമ്പോൾ ഫണ്ട് നിൽക്കണം, ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ ചാരിറ്റി ഒത്തുകാരുടെ ഒരു കേസ് പറഞ്ഞ 5 ലക്ഷം വന്നാൽ 5 ലക്ഷത്തിൽ അത് നിൽക്കുക. അതെന്തുകൊണ്ടാണ് നിൽക്കുന്നത്? അതെന്തുകൊണ്ടാണ് നിൽക്കുന്നത്? കോസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അല്ലല്ലോ, അതെന്ന് പറയുന്ന ഒരു കോമൺ ഫണ്ട് അല്ലേ. അങ്ങനില്ല, അങ്ങനെ പറ്റത്തില്ല. കോസിന് കോസ്റ്റ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ കോസ്റ്റ് തീരുമ്പോൾ ആ ഫണ്ട് നിൽക്കുക, അവിടെ വെച്ച് നിർത്തണം. അത് അതിനപ്പുറത്തോട്ട് എന്റെ പോയിന്റ് അതൊന്നും അല്ലായിരുന്നു. വരുന്നോ വരുന്നില്ല എന്നുള്ളതല്ല, അതിൽ എന്തിനൊക്കെ ചെലവഴിച്ചു എന്നുള്ള നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കണക്ക് പോലും ഈ പ്രതികരിക്കാൻ മുട്ടി നിൽക്കുന്നവർക്ക് നോക്കാൻ താല്പര്യമില്ല. അത് നോക്കാൻ താല്പര്യമില്ലാത്ത അങ്ങനത്തെ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നോണ്ടാന്നേ. നമ്മൾ പ്രസന്റ് ചെയ്യുന്ന പോലെ പ്രസന്റ് ചെയ്താൽ അതിനകത്ത് നോക്കണ്ട ആരും. പ്രസന്റ് ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കിക്കോന്ന് ഒന്ന് ഇടപെടുകയാണ് സഹദ് ഒന്ന് ഇടപെടുകയാണ്. അമ്പു ഇടയ്ക്ക് എന്തോ പറയുന്നുണ്ടായിരുന്നു, എന്താണ് അമ്പുവിന് ഉണ്ടായ ചോദ്യം? അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല. ഈ പറയുന്ന പോലെ ഈ പറയുന്ന സിസ്റ്റങ്ങളെല്ലാം ഇപ്പോഴേ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഫണ്ട് എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതും അത് മോണിറ്റർ ചെയ്യാനും വിജിലൻസും ഈ സാധനങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉള്ളതാണ്. ഇതിനെ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആക്കുക എന്ന് പറയുന്ന സാധനത്തിലേക്ക് എഫിഷ്യന്റ് ഞാൻ അതേ പറഞ്ഞുള്ളൂ. ഞാൻ ഇവിടുത്തെ ഡെവലപ്മെന്റ് നടക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ഇവിടെ ഒരു സിസ്റ്റം ഇല്ലെന്നോ അല്ല പറഞ്ഞത്. സിസ്റ്റത്തിനെ മോണിറ്റർ ചെയ്യുന്നത് കറപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രമുള്ള സിസ്റ്റം കൂടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പ്രപ്പോസലാണ് ഇതിന്റെ മാക്സിമം ട്രാൻസ്പെറൻസി. നമ്മളിപ്പോ ഈ പില്ലർ എന്ന് പറഞ്ഞിട്ട് മീഡിയ സാധനങ്ങളെല്ലാം ഇവർക്കും ഉള്ള പരിപാടിയാണ് ഈ പറയുന്ന പോലെ ഈ സിസ്റ്റത്തിന്റെ ഇപ്പൊ പൊതുജനങ്ങളുടെയും പരിപാടിയാണ്. ഇപ്പൊ നമ്മൾ തന്നെ എത്ര സിസ്റ്റങ്ങളെ പോയി നോക്കുന്നുണ്ട്. ജനങ്ങൾ നോക്കുകയാണ് ഈ സാധനത്തിന്റെ അകത്തൊക്കെ. നിങ്ങളിപ്പോ മറ്റേ 5 ലക്ഷം രൂപ വീതം കൊടുത്ത് വീട് വെക്കുന്നു. ഓക്കെ, ഈ വീടിന്റെ അകത്ത് 5 ലക്ഷം രൂപ മുടക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് ഒരു ആരോപണം വരുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോലെ 1 കോടി രൂപ മുടക്കി കെട്ടിയ ബസ് സ്റ്റാൻഡ്, ഇത് ഞാൻ 25 ലക്ഷത്തിന് കെട്ടിത്തരാം. ഇതിൽ 25 10 ലക്ഷത്തിന് കെട്ടാൻ പറ്റുമോ? അപ്പോഴും മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം എടുക്കുന്നുണ്ടല്ലോ. ഇല്ല, അവിടെ എവിടെയാ നിങ്ങൾക്ക് തീരുമാനം മാറ്റാൻ പറ്റിയത്? ഇവിടെ എല്ലാവർക്കും അറിയാം ഈ ബസ് സ്റ്റോപ്പ് പണിതേക്കുന്നതിന് ഇത്രയൊന്നും ആകത്തില്ലെന്നറിയാം. അതിന്റെ ഓരോ മെറ്റീരിയലിന്റെ വില അറിഞ്ഞാ നമ്മൾ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിപ്പോ ഒരു കൊട്ടേഷൻ കൊണ്ടെന്ന് വെച്ച ഉടനെ അത് ഇത്രയും ആയും എന്നങ്ങ് പറയുമല്ല. എസ്റ്റിമേറ്റ് ഒക്കെ കൃത്യമായിട്ട് കാണും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റി അടക്കം നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ പബ്ലിക് മനസ്സിലാക്കണം അത്. അല്ലാതെ എങ്ങനെ വിലയിടുന്നത് ഇതിനൊക്കെ? നമ്മളിപ്പോ ഒരു വീട്ടിൽ ഒരാൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ദിവസം, ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരാൾ ഒരു പറമ്പ് കാണിച്ചിട്ട് പറയാം ഞാൻ 10 വാഴ വെക്കാൻ പോകാന്ന് വെച്ചിട്ട് നീ പൈസ കൊടുത്ത് വിടുക മാത്രമാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ 10 വാഴ അവിടെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം. അതിനകത്ത് 2 എണ്ണം വീണിട്ടുണ്ടെങ്കിൽ അത് വീണത് കാണണം. അല്ലെങ്കിൽ എങ്ങനെയായി ഈ പറഞ്ഞ ആളെ വിശ്വസിക്കുന്നത്? നമ്മൾ പിന്നെ എടുത്ത് പൈസ കൊടുക്കും ഇവർക്കൊക്കെ. ഇന്ന് പോയി അവിടെ എവിടെയോ കുറെ ബസ്സുണ്ട്, അത് ഇത്രയും എണ്ണം കട്ടപ്പുറത്താണ്, എത്ര എണ്ണം, അവര് എന്ത് മെയിൻ്റെനൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡെയിലി ഇതിന്റെ റവന്യൂ എത്ര ആണ്, അല്ലെ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടെന്നുള്ളത് ആരാ പറഞ്ഞത്? ഇമ്പ്രൂവ്മെന്റ് നടക്കുന്നില്ല. അത് സ്റ്റിൽ അതേപോലെ തന്നെ നഷ്ടത്തിലാണെന്ന് വർഷം വന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. അത് പറ്റത്തില്ല. ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇല്ലെന്നേ. നമ്മുടെ പരിപാടിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇല്ല. കറന്റ് ടൈം ടു ടൈം ആണ്. അല്ലാതെ അതിനകത്ത് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തുകൊണ്ട് ടെൻഡർ വെച്ചാലും ഇതിനെ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനകത്ത് ഒരുപാട് സമയം എടുക്കും എന്നുള്ള ധാരണയുണ്ട്. പക്ഷെ ഒരുപാട് സമയം എടുക്കത്തില്ല. ഇതൊരു 3-4 ദിവസം കൊണ്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം അത്രയും അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനകത്തുനിന്ന് ഫിൽട്ടർ ചെയ്ത് ഏറ്റവും നല്ലതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ AI തന്നെ ഫിൽട്ടർ ചെയ്ത് എടുത്തു തരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ചർവറ എന്ന് ആൾക്കാർ പലതും പറയും. തെറി വിളിക്കുന്ന കമന്റ്സ് വരെ വരും. മനസ്സിലായത്? കമന്റ് ആയിട്ട് എടുത്താൽ മതി. നമ്മൾ ചുമ്മാ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതും അതിനകത്ത് പോരാത്തതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ സാധനം തന്നെ മുന്നോട്ട് എടുത്ത് വെക്കുന്നു. ഇതിനകത്തുനിന്ന് ഗവൺമെന്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഏത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റുമായിട്ട് മാച്ച് ചെയ്ത് ഇതിനെ നമ്മളാ പ്രസന്റ് ചെയ്യുന്നത്. അല്ലാതെ അത് വേറൊരാൾക്ക് ഒന്നും ചെയ്യാൻ ഒരു ഇതും നടക്കത്തില്ല.
നമ്മളൊരു ഇത് കൊടുക്കുക, പിന്നെ ഒരു വേറൊരു കൺസ്ട്രക്ഷന് വേണ്ടി വരുന്ന സാധനം ഏറ്റവും ഫൈനൽ ഒരു മൊത്തം പോയോ? എന്താ പറയാ അപ്രൂവ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് അത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് അത് പബ്ലിക് ഓഡിറ്റോട് കഴിഞ്ഞിട്ടേ വരാവുന്നേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ പോരാത്തിന് ഇനിയിപ്പോ കൺസ്ട്രക്ഷൻ നടക്കുവാന്ന് വിചാരിച്ചാൽ അവിടെയും ട്രാൻസ്പെറൻസി വേണം. അവിടുത്തെ തട്ടിപ്പാണ് കോൺട്രാക്ടർമാർ പൈസ ഉണ്ടാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൺസ്ട്രക്ഷൻ തുടങ്ങുമ്പോൾ തൊട്ട് തട്ടിപ്പ് തുടങ്ങുവാണ്. ഈ ഡിസൈനെ തന്നെ തട്ടിച്ച്, അത് കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ വരുമ്പോൾ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതിനകത്ത് തട്ടിച്ചു, അവസാനം അവിടെ നിൽക്കുന്ന ഒരു ബംഗാളി വരെ വേണേ 2 ചാക്ക് സിമെന്റ് അടിച്ചുകൊണ്ട് പോകും. അതെങ്ങനെ തടയാൻ പറ്റും? അവിടെ വരെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അവിടെ വരെ ട്രാൻസ്പെറന്റ് ആണ്. അതിന് സിസ്റ്റം മാറും. അപ്പൊ അവര് പറയുന്ന നമ്മൾ പറയുന്ന രീതിക്ക് മാറ്റും. അറിയാൻ പറ്റൂ. ഏയ്ക്കല്ല, ഞാൻ പറയാം. ഇവിടെ ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങളൊരു ഒരു ടിപ്പർ ലോറിക്കകത്ത് മണ്ണ് വരുക, അല്ലെ എത്ര മീറ്റർ ക്യൂബ് ആണെന്ന് പറഞ്ഞാൽ ഒരു ടാർപോളി മാറ്റി കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു കണ്ടോണ്ടിരിക്കുക. അങ്ങനെയല്ല അത് വരേണ്ടത്, അത് കിലോയാ വെക്കുന്നത്. നമ്മൾ വേയിങ് മെഷീൻ, വേയിങ് ബ്രിഡ്ജ് ഇല്ലേ, നമ്മുടെ ഈ പറഞ്ഞ വെഹിക്കിൾ വേ ചെയ്ത് വിടുക ചെയ്യുന്നത്, വെള്ളം അടക്കം. അല്ലാതെ നമ്മൾ അതിനെ ഇത് കണ്ട് ഒരു 100 ചാക്ക് സിമെന്റിന് ചാക്ക് വരുമ്പോ അത് 1000 കിലോ എന്ന് പറയുന്നതല്ല. ഇവിടെ നിലവിലെ റോഡിൽ ഇറങ്ങുന്ന ഗവൺമെന്റിന് വേണ്ടി ഓടുന്നതും പ്രൈവറ്റിന് വേണ്ടി ഓടുന്ന എല്ലാ ലോഡും വണ്ടിക്കും ഇവിടെ തൂക്കച്ചീട്ട് എടുക്കണം. അപ്പം അത് തൂക്കച്ചീട്ട് എടുത്ത് തന്നെയാണ് അത് റോഡിൽ ഇറങ്ങുന്നത്. അതല്ല ഞാൻ ചോദിക്കുന്നത്, അല്ലെന്ന് നമ്മുടെ സൈറ്റിലോട്ട്, നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് വരുന്നത്. മനസ്സിലായോ? ഒരു പണി ഏൽപ്പിച്ചു, അതിൽ ഇത് അടിച്ചു മാറ്റിയോ ഇല്ലയോ? ഇതിപ്പോ മൈന്യൂട്ട് ആയിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ മൈന്യൂട്ട് അല്ല, അത് ഭയങ്കര ഭീമമായ എമൗണ്ട് ആയതുകൊണ്ട് വലിയൊരു അടിച്ചുമാറ്റൽ നടക്കുന്നതുകൊണ്ടാണ് ഈ പാലം ഒക്കെ പൊളിഞ്ഞു വീഴുന്നത്. അല്ല, അതിന്റെ പ്ലാനിൽ ആ പാലം പൊളിയുന്നില്ല, ഒരിക്കലും പൊളിയത്തില്ല. ഇവിടുത്തെ റോഡിന്റെ കണ്ടീഷൻ അടക്കം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്നാ പറയുന്നത്. പക്ഷെ അത് മഴ കഴിയുമ്പോൾ പൊളിഞ്ഞു പോകുന്നുണ്ട്. എന്റെ ഡൗട്ട് ഇതാണ്, ഇത് റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്യൂ? എല്ലാ റിയൽ ടൈം മോണിറ്ററിംഗ് ആണ്. റിയൽ ടൈം എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് മോണിറ്റേർഡ് ആയിരിക്കണം. അതിന് സിമ്പിൾ അല്ലേ, വെറുതെ കുറച്ച് സിസ്റ്റം ഒന്ന് ഇച്ചിരി മാറ്റിയാൽ മതി. അതായത് CCTV മോണിറ്റേർഡ്, അവിടെ വരുന്ന സാധനങ്ങളുടെ തൂക്കം, അതിന്റെ അളവ്, ക്വാളിറ്റി, ഇത് ഏത് കമ്പനി എവിടെ നിന്ന് കൊണ്ടിരുന്നു, അത് തൊട്ട് ഇങ്ങോട്ടുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരിടത്തും തട്ടിപ്പ് നടക്കത്തില്ല. ചെറിയ സ്ഥലമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ സ്ഥലമാണ് ഈ സൂപ്പർ മാർക്കറ്റിലെ സംഭവം. മനസ്സിലാകുന്നില്ല? അതിനകത്തോട്ട് കയറുന്നതും പുറത്തോട്ട് നടക്കുന്നതും CCTVയിൽ ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു മോണിറ്ററിംഗ് ആണ് ഈ പറയുന്നത്. CCTVയിൽ മാത്രമല്ല ഡിപ്പെൻഡിങ്, നമ്മൾ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന ചെക്ക് പോയിന്റ്സ് ഉണ്ടല്ലോ, അതിനകത്താണ് ഈ തൂക്കത്തിലും അളവിലും ഒക്കെ ഉള്ള തട്ടിപ്പ് ഒഴിവാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, KSRTC ബസ് കട്ടപ്പുറത്തിരിക്കുന്നതിന് നമുക്ക് ബഡ്ജറ്റ് ഉണ്ട്. നമ്മൾ അറിയണം ഇത് ഏത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഇത്രയും സാധനങ്ങൾ കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഈ വണ്ടി പുറത്തിറങ്ങുമ്പോൾ അത് ഇന്ന റൂട്ടിൽ ഓടുമ്പോൾ. പിന്നെ വേറെ സാധനങ്ങളുണ്ടാ, ഇതിനകത്ത് ടൈമിങ് മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ സ്കൂൾ ടൈമിങ്, തുണിക്കട തുറക്കുന്ന ടൈമിങ്, ബാങ്ക് തുറക്കുന്ന ടൈമിങ്, ഇതെല്ലാം കൂടെ നോക്കിയിട്ട് ഇതിനകത്തൊരു ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ക്രൗഡ് ഒന്നിച്ച് റോഡിൽ പോലും വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എല്ലാവരും കൂടെ 9 മണിക്ക് ഇറങ്ങി ഓട്ടോ എല്ലാം നടുക്ക്. ഇത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തന്നെ കൊടുക്കണം, നിർബന്ധമായും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതിനകത്ത് സിറ്റി പ്ലാനിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറെയൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് ഈ മറ്റേ സിറ്റി വിട്ട് കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഇവിടെ എറണാകുളത്തൊക്കെ തിരുവനന്തപുരത്തൊക്കെ വെച്ചാൽ ഒരു സമയത്ത് അങ്ങ് നെള്ളി നിറങ്ങിയ ആളാ, പിന്നെ ഉച്ച കഴിഞ്ഞാൽ ആളില്ല. മനസ്സിലായില്ലേ? ഇതുവരെ ആശുപത്രികളിലെ അപ്പോയിന്റ്മെന്റ്, ഈ പറഞ്ഞ സാധനങ്ങൾ വരെ നമ്മൾ എല്ലായിടത്തും കണ്ടു അറിഞ്ഞും ചെയ്യുവാണെങ്കിൽ അവർ അപ്പോയിന്റ്മെന്റ് ടൈമിൽ മാത്രം പോയാൽ മതി. ആ സമയത്തെല്ലാം ഇവിടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കും, എല്ലാ വണ്ടിക്കകത്തും ആള് കാണും. പിന്നെ ഒരു വണ്ടിയും സ്പീഡിന് അപ്പുറത്തോട്ടൊന്നും പോകത്തില്ല, എല്ലാ സ്റ്റോപ്പിനും ചെക്ക് പോയിന്റ്സ് കാണും. ടൈം തെറ്റിച്ച് വന്നാൽ പോലും ഫൈൻ അടിക്കണം. അല്ലാതെ സ്പീഡ് ഗവൺ ചെയ്യാന്ന് പറഞ്ഞാല് റോഡിൽ നിന്ന് പിടിക്കലൊന്നും അല്ല. അവർ ടൈം ടു ടൈം അല്ലാത്തൊരു സാധനം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ കുറ്റം, അത് ആ ഡ്രൈവർക്കാണ് ഫൈൻ വരേണ്ടത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പം KSRTCയുടെ വണ്ടികളെല്ലാം അവർ സെൻട്രലൈസ്ഡ് ആയിട്ട് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്താൽ പോലെ ഇവര് മത്സരിച്ച് ഓടാൻ പാടില്ല. റോഡിൽ ഒരു മത്സരം ഇല്ല, മത്സരിച്ച് ഓടത്തില്ല, ടൈം ഡിലേ വരത്തില്ല. സോ ഇവിടെ വളരെ വളരെ നല്ലൊരു ചർച്ചയാണ് നടന്നത്, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത്. സോ ഫിക്കോ ഒരു IT personnel ആണ്, he is into AI and everything. So Fico, by listening to all this and the project plan by Aju, what do you think about the technical feasibility of such a project to come forward and be successful? Is it possible at all? I think, see, it is not an impossible task or something. There are possibilities of, setting this up. Yeah, but my question for Aju would be like, we are going to, the request is
that everything should be transparent, and it should be uploaded online, and then up to date it should be. That is what Ajju is telling, right? So who is going to monitor these applications, right? And Public. then is it, so when you say public, obviously we need representatives, right? It's not like, Yes. so for example, I'll give you, I live in an apartment, right? Ah, So ah. even for an apartment we have an association, Hmm. and for that association we have elected people, like let's say like 10 or 15 people are there, yeah, and they are going to monitor. We have a separate association office where that is a third party who is going to maintain all the security and the staffing, everything. But the association which we have selected is going to monitor them, that saying that okay, this is the fund we have allocated for this particular year, and this is how you have to spend it. And then obviously there will be some corpus amount, this, that, and all. So there is going to be one office which is going to do all the work, and then the association which is going to monitor them. Okay, are we spending the amount, the amount properly? Are we doing the things correctly? And everybody is doing their own, taking their responsibility, and who's Yeah. accountable for what. Yeah. Now, when you say it is going to be the public, what do you mean by public? Who is that public? So we have to Anyone elect can. somebody. No, not elected. It's like if you are seeing something wrong anywhere, Yeah, anyone can notify that. correct. Yeah. Report. Yeah, Hmm. then the notification will be the responsible people has to do the correction, or Correct, they are. agree. So that's all. Nothing other than that. If even if I am outside your community, Hmm. okay, or association, I can also suggest, or I can say that this thing is wrong, or something is delayed, or the quantity was not met, or the quality was not met. Anyone can say that. So if somebody is saying it, then we have to consider. That's all. I agree, but my point is, see, for Even example, if they are sending some what you call it's sack of cements, 100 sacks has to be there, but in somebody is like it's not provided, then I can also notify. Yeah, I can say, then the checking will be done. Everybody will So- not be seeing everything, but correct, yeah. yeah, if So it is now, done right, as a public, you're more you're people notifying. watching will make the Accountable. yeah, everybody is watching you. God is watching. You can't help. God will not going to help. That's in God cannot reality. do anything. That's why we are putting CCTV cameras in supermarket. So That's everybody right. is watching So, you. see, for So example, there are chances of doing such crimes or corruptions will be less. They have to take a big risk. Even if it is caught, not caught correct, at that yeah. So point, this, there will be, if something goes wrong afterwards, like you can at least find the hmm, place where it is missed. Now the system cannot find them. They are running after people, and they don't know who did this, or what was the wrong thing happened at that particular time. It has passed. It's passed. Like after 5 years only that people are knowing there is some. You can see the 3G, then the 4G, then the 5G. Every time the corruption is like happening. Yes. That's a point. Sahad? so ആക്ച്വലി see, for ഇപ്പോഴത്തെ example, you are saying സിനാരിയോ the CCTV, right? Yeah, continue. he's heavily concentrating on the CCTV. What I am Not saying is CCTV. that CCTV മാത്രമല്ല. It's one CCTV of the മാത്രമല്ല. examples. ഇല്ല ഒരു ഒറ്റ പോയിന്റ് ആ. ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഈ എല്ലാവരും എല്ലാം മോണിറ്റർ ഞാൻ പറയുന്നത് ഈ CCTV എന്ന് പറയുന്ന ക്യാമറയെ നിങ്ങൾ ക്യാമറയായിട്ട് കാണരുത്. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും അല്ല, എല്ലാം മനസ്സിലാകുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. അതായത് അതെ, CCTV വേണ്ടിടത്ത് CCTV വേണം, കണക്ക് കാണേണ്ടടുത്ത് കണക്ക് കാണണം. മനസ്സിലായോ? ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി സംഭവിക്കാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം അമ്പുച്ചേട്ടൻ പറഞ്ഞ കേസാണ് എനിക്ക് അതിനകത്ത് ഒന്നുകൂടെ അത് പറയണമെന്ന് തോന്നി. കാരണം പുള്ളി പറഞ്ഞല്ലേ എല്ലാരും അവരിലേക്ക് ചുരുങ്ങി, അവരൊരു സംഘടനയിൽ എന്തിനു പ്രവർത്തിക്കുന്നു, അവര് എന്താണ് ഒരു ഈ മലയാളത്തിൽ പറയും കിണ അറിയാതെ എന്ന് പറയുന്നുണ്ട്, ഒന്നും അറിയാതെ അവരിങ്ങനെ. ഞാൻ പറയട്ടെ, കേരളം ഒന്നിച്ച ഒറ്റ സംഘടനയാന്നേ, അതിന് രണ്ടില്ല.
അങ്ങനെ കേരളം എന്ന് പറഞ്ഞ നിക്കത്തില്ലെന്ന്. ഒരു സ്റ്റേറ്റ് അങ്ങനെ ആണ്. നിക്കത്തില്ല. ഇപ്പൊ ഞാൻ ഉദാഹരണം നമ്മള് പറയട്ടെ, നമ്മള് ഒരു നമ്മള് ഉദാഹരണം ഒരു പറയട്ടെ, കാര്യമുണ്ട്, ഒരു ഉദാഹരണം സംഘടനയ്ക്കല്ല പറയട്ടെ, നമ്മളിവിടെ പണം ചെലവാക്കുന്നത്. നമ്മൾ ഒരു ഉദാഹരണം ഗവൺമെന്റ് എന്ന് പറയട്ടെ. പറയുന്നത് സംഘടനയുടെ കയ്യിൽ ഇരിക്കുന്ന സാധനമല്ല. അല്ല, സംഘടനയ്ക്ക് ഒന്നും ഒന്നുമല്ല. ചെയ്യണ്ട. ഇവിടെ ആ. ഈ പറഞ്ഞ ഇപ്പം കിടന്ന് രോഷം പ്രകടിപ്പിക്കുന്നവരും ഇപ്പം കിടന്ന് ഭയങ്കര ഇത് പറയുന്നവരിൽ എത്ര പേര് അവരുടെ സ്വന്തം ലൈഫ് റിസ്ക് ചെയ്തോ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ടൈം കളഞ്ഞ്, ടൈം എന്നാ ഞാൻ പറയുന്നുള്ളൂ, ലൈഫ് റിസ്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ആരും വെട്ടാനോ കുത്താനോ ഒന്നും ഈ സിസ്റ്റത്തിൽ വരുന്നില്ല. പക്ഷെ ഇവരുടെ ടൈം റിസ്ക് ചെയ്ത് ഇവർ ഒരു പബ്ലിക് പ്രൊജക്റ്റിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും എത്ര പേര് തയ്യാറാകും എന്നുള്ളതാണ്. ഒരുപാട് എല്ലാവർക്കും പേര് ഒരു ജോലി കിട്ടി തയ്യാറാണ്, ഓൾറെഡി തയ്യാറാണ്. പക്ഷെ അവരുടെ ശബ്ദം എവിടെ എത്തുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് പേര് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴും വായടപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പോഴും ഒരു അല്ല, അത് പറഞ്ഞതിനകത്ത് ഇപ്പം ഒരു 50% അതെന്തുകൊണ്ടാണ്? അത് സംഘടന ഉള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നം ഇവിടുത്തെ ഉണ്ടാകുന്നത്. 50% സംഘടനയ്ക്കാണ് ഈ ശക്തിയുള്ളത്, അല്ലാതെ ഇൻഡിവിജ്വലിന് ആ ശക്തി ഇല്ല. ഇൻഡിവിജ്വലിന്റെ ശക്തി ശരി എന്ന് വെച്ച് ശരി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ സഹൽ, ഒരു പ്രൊജക്റ്റിൽ ഒരു അഴിമതിക്കെതിരെ ഓൺ ദാറ്റ് അവര് നോട്ട് കള്ളനും പോലീസും കളിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഒരു മോഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു കറപ്ഷനെ സാധ്യത കുറയ്ക്കുക, അത്രേ ചെയ്യാവൂ. അല്ലാതെ അത് അതിനകത്തും കയറി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പേരെ പിടിച്ചാൽ മതി. പിന്നെ ഇത് ഈസി ആയിട്ട് കിടക്കുമ്പോ നമ്മൾ ഈ പറയുന്നത് ഇവിടെ നിന്ന് ഗൾഫിൽ എത്തിയാൽ ഈ ഡ്രൈവർ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നു. അമ്പു അല്ല, ഇത് നമ്മൾ കറപ്ഷൻ ഒഴിവാക്കാൻ ശ്രമിച്ച് അവസാനം പ്രോജക്റ്റിലോട്ട് എത്തും എന്നുള്ളതാണ് എനിക്ക് ഇതിന്റെ അകത്ത് എന്ന് കഴിഞ്ഞാല് എല്ലാ ക്ലിയർ ആയില്ല. അഭിപ്രായങ്ങളും നമുക്ക് കൺസിഡർ ചെയ്യും. നമ്മളിപ്പോ എല്ലാ കറപ്ഷൻ ഒഴിവാക്കാൻ അഭിപ്രായങ്ങളും കൺസിഡർ ശ്രമിച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഒരു വീട് വെക്കാൻ പോകുമ്പോ നമ്മളൊരു വീട് വെക്കാൻ പോകുന്നു. ഇപ്പൊ എന്റെ വീട് വെച്ചത് 3500 സ്ക്വയർ ഫീറ്റ് മീൻസ് ആ പൈസക്കാണ് വെക്കുന്നത്. അനിയന്റെ വീട് വെച്ചത് 5000 വെച്ചിട്ടാണ് അവന്റെ സ്ക്വയർ ഫീറ്റ് ചെയ്തത്. ഈ രണ്ട് വീടിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഞാനൊരു സാധനം ചെയ്തോണ്ടിരിക്കുമ്പോ വേറൊരാളെന്ന് പറയണോ അത് എന്തുകൊണ്ടാണ് ക്വാളിറ്റി വ്യത്യാസം? തന്റെ ഇരിക്കുന്ന ഫണ്ട് അത്രേ ഉള്ളൂ, അതുകൊണ്ടാണ്. ആയിരിക്കാം, പക്ഷെ എനിക്ക് അതിനകത്ത് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ ഗവൺമെന്റ് അത് തന്നെയാ, നമ്മൾ ക്വാളിറ്റിയെ കോംപ്രമൈസ് ചെയ്യുന്നേ. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോ അമേരിക്കയിൽ നിൽക്കുന്ന പോലെ ഒരു സാധനം ഇവിടെ പണിയണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നില്ലെന്ന് വരും. നമ്മുടെ കയ്യിൽ അത്രയും പൈസയേ ഉള്ളൂ. പക്ഷെ ആ പൈസ ഉപയോഗിക്കുമ്പോ അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഈ കൃത്യത ഇല്ലാത്തടത്താണ് ഞാൻ പറഞ്ഞ നഷ്ടങ്ങൾ വരുന്നത്. ഒന്ന്, കുറെ പേര് ഇതിനകത്തുനിന്ന് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പൈസ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ കോൺട്രാക്ടേഴ്സ് വരെ കോടീശ്വരന്മാരാകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് ആ ഫണ്ടിൽ നിന്നാണ് പോകുന്നത്, അല്ലാതെ പുറത്തുനിന്നല്ല അത് വരുന്നത്. നിങ്ങൾക്ക് 2 കോടി തന്നിട്ട് നിങ്ങൾ 2 കോടി യൂട്ടിലൈസ് ചെയ്യുന്നില്ലെന്നേ. 1 കോടിക്ക് തേച്ചൊട്ടിച്ച് വെച്ചു, ആരും അറിഞ്ഞില്ല. കുറെ വർഷം കഴിയുമ്പോൾ പറയും ഇത് തേപ്പാന്ന്, പാലം തന്നെ പൊളിഞ്ഞു വീണു. അപ്പൊ ഉടനെ അന്വേഷണം പോവുക. എന്തിന്? ഇത് വലിയ സാധനമൊന്നുമല്ല, ഇതൊന്നും അത്ര ഭയങ്കര സംഭവമൊന്നും അല്ല ഇതൊന്നും. മനസ്സിലായില്ലേ? ഞാനീ പറഞ്ഞത് വളരെ ഈസിയാ. അത് നമ്മൾ അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആവുന്നു എന്ന് തോന്നുന്നത് ഇപ്പൊ ഉള്ള ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? ശരി, സമയത്തിന്റെ അതിക്രമണം കാരണം ഇടപെടുകയാണ് അജു. നമുക്ക് ചർച്ച വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ സമയക്കുറവ് കാരണം ഇടപെടേണ്ടിയിരിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.